ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ദോശയുടേതാണ്. അതായത് പൊടി ദോശ എന്ന് പറയും. ഒരു കർണാടക സ്റ്റൈൽ ദോശയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പൊടി ഉണ്ടാക്കാനുണ്ട്. ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് 1 സ്പൂണ് ഉഴുന്ന് പരിപ്പും അത്ര തന്നെ സാമ്പാർ പരിപ്പും ചേർത്ത് ഒരു 2 വറ്റൽമുളകും ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഇത് ചൂടാക്കി എടുക്കണം. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും ഒരു ചെറിയ 2 പീസ് പുളിയാണ്, വാളംപുളി, അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഇത് ചൂടാക്കി എടുക്കാം. നല്ലപോലെ ഒന്ന് ബ്രൗൺ നിറമായതിന് ശേഷം അത് നമ്മളൊരു പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണ് മുളക് പൊടി കളറിന് വേണ്ടി അതും ചേർത്ത് നല്ലപോലെ പൊടിച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ പൊടി. അത് ഞാനത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ ഇത് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒരു ബോട്ടലിൽ ഇട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാം ആഴ്ചകളോളം. ഇപ്പം ഞാനത് ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട മസാല ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു ചീൻചട്ടി അടുപ്പിലേക്ക് വെച്ചു. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂണ് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരല്പം ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ഒന്ന് ചുവന്ന് വരട്ടെ. ഇനി അതിലേക്ക് ഒരു 3/4 ഭാഗം സവോള, അതായത് ഒരു മീഡിയം സൈസ് ചെറിയ സവോളയും ഒരു പച്ചമുളക് കട്ടിയതും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നമ്മളൊരു മസാല ഉണ്ടാക്കുന്നതാണ്. ഈ ദോശയ്ക്ക് നമ്മൾ ക്യാരറ്റോ ബീട്രൂട്ടോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ മസാലയ്ക്ക് ആവശ്യമുള്ളൊരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഉള്ളി വഴന്നു വരുമ്പോൾ ചേർത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ് ഉണ്ടാക്കുന്നത്. നല്ലപോലെ ഇതാ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി അതും കൂടി ചേർത്തു. ഇത്രയും മതി. ഇതിനി അതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒന്ന് കുറുകി വന്നോളും. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാല പോലെയല്ല, ഇതേമാതിരത്തെ ഇത്രയും മതി. ഈ മസാലയ്ക്ക് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു മഞ്ഞ കളർ തന്നെയാണ് ഉണ്ടാവുക. കർണാടക സ്റ്റൈൽ ഒരു ദോശയാണിത്. ഇനി അവസാനം അതിലേക്ക് നല്ലപോലെ മല്ലിയില ഇട്ട് കൊടുക്കണം. അതുകൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നമ്മളെ മസാലയും ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ദോശമാവാണ്. 3 തവി ദോശമാവ് എടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അളവ് എങ്ങനെയെന്ന് വെച്ചാൽ 1 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ അതിൽ 1/3 ഉഴുന്നും ഒരു 2 സ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് 8 മണിക്കൂർ നമ്മൾ സാധാരണ ദോശയ്ക്കിട്ട് അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ മാവിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ദോശ ഇടാനായിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ചു. ചൂടായി വരുമ്പോൾ ആ ദോശ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ദോശ ഒഴിച്ച് ഉടനെ തന്നെ നമ്മൾ അതിലേക്ക് പൊടിയിട്ട് കൊടുക്കണം. ആ മാവ് ഒന്ന് പച്ചപ്പ് മാറുന്നതിന് മുന്നേ പൊടിയിട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂണിലധികം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യില്ലെങ്കിൽ ബട്ടറാണ് സാധാരണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടറൊക്കെ നല്ലതുപോലെ ചേർത്തിട്ടായിരിക്കും നോർത്ത് ഇന്ത്യൻസൊക്കെ ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾക്കിപ്പോൾ അത്രയൊന്നും വേണ്ട. ഒരു വിധമൊക്കെ ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ അടിവശമൊന്ന് പതുക്കെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ ഒരു മസാല ഒരു തവിയയിലേക്ക് ചേർത്തു. എന്നിട്ട് ഒരു 1/2 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം അത് മടക്കിയെടുക്കാം. അപ്പോൾ ഉള്ളൊക്കെ ശരിക്കൊന്ന് വെന്തു അടിപൊളി പൊടി ദോശ എന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ചും മറിച്ചിട്ട് നല്ല സ്വർണ്ണ നിറം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് എടുക്കാം. അപ്പോൾ അടിപൊളിയായില്ലേ? ഇപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമ്മൾ ഒന്നുകൂടി ഉണ്ടാക്കി കാണിച്ചു തരാം. അതേപോലെ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാം. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ കൂടെ ചട്നിയുടെ ആവശ്യം പോലും ഇല്ല. എന്നാലും നമ്മളിതിലേക്ക് ഒരു വെള്ള ചട്നിയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ പൊടിയിൽ തന്നെ നല്ല അല്പം എരിവും പുളിരസവും എല്ലാം ഉള്ള നല്ല അടിപൊളി പൊടിയാണ്. അതുകൊണ്ട് തന്നെ ആ മസാലയും കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഒരെണ്ണം തന്നെ ധാരാളം മതി. ഇപ്പോൾ രണ്ടാമത് ഞാൻ അതേപോലെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത് നല്ലൊരു വെള്ള ചട്നിയാണ് വേണ്ടത്. അപ്പോൾ നല്ലൊരു വെള്ള ചട്നി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായി.
അപ്പോൾ ആ എരിവും പുളിയും വെള്ള ചട്നിയുടെ രുചിയും മസാലയുടെ ടേസ്റ്റ് എല്ലാം കൂടി സൂപ്പറായില്ലേ. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്